നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ട വീടിൻ്റെ നെക്സ്റ്റ് വീടാണ് ഈ കാണുന്നത്. രണ്ടാമത്തെ വീട് 1900 സ്ക്വയർ ഫീറ്റ് 3900 സെൻറ്റ് ലാൻഡിൽ പണിതിരിക്കുന്ന കിള്ളിൻ ഒരു വീടാണ്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു 7 സീറ്റർ, ഒരു ഇന്നോവ അല്ലെങ്കിൽ ഒരു സ്കോർപ്പിയോയൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു കാർ പോർച്ചാണ്. ഇത്രയൊക്കെ ഒരു 3900 ഒരു 7 സീറ്ററൊക്കെ ഇടാമെന്ന് പറഞ്ഞാൽ ഡിഫിക്കൽറ്റിയാണ്. അപ്പോൾ അത്രയും വലിയ കാർ പോർച്ചാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു കിണർ വരുന്നുണ്ട്, കിണർ വാട്ടർ ഉണ്ട്. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഈ വീടിൻ്റെ കാര്യം നമുക്ക് സൈഡിൽ പോയിട്ട് നോക്കാം. ഇതിൻ്റെ കന്നിമൂല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് കന്നിമൂലയൊക്കെ വരുന്നത്. ഇവിടെ ഒന്നും വലിയ ഡിഫിക്കൽറ്റീസ് ഒന്നുമില്ല. ഇത് പ്രോപ്പറായിട്ടാണ് മൂല കൊടുത്തിരിക്കുന്നത്. അതാണ് നമ്മുടെ വർക്ക് ഏരിയ വരുന്നത്. 2 ഓപ്പണിങ്ങോട് കൂടിയിട്ടുള്ള വർക്ക് ഏരിയ. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തെ വിശേഷങ്ങൾ സുഹൃത്തുക്കളെ, നമുക്ക് അകത്തേക്ക് കയറാം. അകത്തെ വിഷയങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് സിറ്റ് ഔട്ടിൽ വലിയൊരു സിറ്റ് ഔട്ടാണ്. അത്രയും വലിയൊരു സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു 3 ചെയറൊക്കെ കൂളായിട്ട് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള സിറ്റ് ഔട്ടാണ്. അപ്പോൾ നമുക്ക് കയറി വരുമ്പോഴത്തേനൊരു ഹെവി ഡോറ് കാണാം. പ്ലാവിൻ്റെ ഡോറാണ് തോന്നുന്നുണ്ട്. നല്ല ആ വീടിൻ്റെ അതുപോലെ തന്നെയായിരുന്നു, നല്ല ഹെവി ഡോറാണ്. നമുക്ക് ഇതാണ് ലിവിങ് റൂം വരുന്നത്. ലിവിങ് റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ലിവിങ് റൂമാണ്. കിഴക്കോട്ടാണ് ദർശനം കൊടുത്തിരിക്കുന്നത്, പടിഞ്ഞാറാണ് കിഴക്കാണ് ഡോറ്, ഫ്രണ്ട് ഡോറിൽ ദർശനം കൊടുത്തിരിക്കുന്നത്. ഇതാണ് TV വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഏരിയ. സീലിംഗ് വീടിനായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഡൈനിങ് ഏരിയ, ഇതാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഡൈനിങ് ഏരിയ അത്യാവശ്യം നല്ല സ്ഥലമുള്ള ഡൈനിങ് ഏരിയ ആണ്. ഇവിടെ ഒരു വാഷിംഗ് ബേസിനും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ ഫ്രണ്ടിലേക്ക് വ്യൂസ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ജനലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചെറിയ മിനി സെപ്പറേഷൻ. നമുക്കിനി അതിൻ്റെ അടുക്കളയിലേക്ക് കയറാം. ഇതാണ് അടുക്കള വരുന്നത്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല ഈ ഒരു ഗ്രേ, വൈറ്റ്, ഗ്രാനൈറ്റ്, ബ്ലാക്ക് കളർ നല്ലൊരു കോമ്പിനേഷനാണ്. കണ്ടില്ലേ, ഇതൊരു കോമ്പിനേഷൻ കളറാണ്. പിന്നെ നമുക്കിവിടെ ചെറിയതല്ല വലിയൊരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ട് ഷീറ്റൊക്കെ ഇട്ടിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബെഡ്റൂമിലെ വിശേഷങ്ങളിലേക്ക് പോകാം. ബെഡ്റൂമും താഴെ ഒരു ബെഡ്റൂമാണുള്ളത്. താഴത്തെ ബെഡ്റൂമും വലിയ ബെഡ്റൂമാണ്. നല്ല ഒരു 3 ഡോർ കബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോമ്പിനേഷൻ പിള്ളേർക്കായിട്ടാണ് കേട്ടോ. ഒരു 3 ഡോർ കബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലസ് സ്കില്ലിങ് ചെയ്തിട്ടില്ല. ഒരു നല്ലൊരു കൺസീൽഡ് ബാത്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സിറയുടെ തന്നെ റൂമിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. മീൻസൊക്കെ ലെക്സസിൻ്റെ ആണ്. ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ. ഇൻവെർട്ടർ സ്റ്റോറേജ് ആണ്. നമുക്കിനി മേളത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. സ്റ്റെയർ വരുന്നത് ഒരു വുഡൻ ആൻഡ് സ്ക്വയർ ട്യൂബിലുള്ള ഹാൻഡ് റെയിലാണ്. സീലിങ്ങിൽ പറകോള കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിൽ ഇതേപോലെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മേളിൽ ലൈറ്റ് ഇടേണ്ട കാര്യമൊന്നുമില്ല. സ്റ്റെപ്പിൽ ലൈറ്റ് ഇട്ടിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് 4 ബെഡ്റൂമാണ് ഈ വീട് വരുന്നത്. മേളത്തെ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. വലിയ താഴത്തെ അതേപോലെ തന്നെയുള്ള ബെഡ്റൂമാണ്. ഇതൊരു വെറൈറ്റി ഡിസൈനാണ് കേട്ടോ. അല്ലേ, ഇതെല്ലാം മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. 2 വിൻഡോസ് വരുന്നുണ്ട്. ഈ ഒരു കിടിലൻ ഒരു ടൈലോട് കൂടിയുള്ള ബാത്റൂം. ഇതിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഒരു 3 കബോർഡ്
3 ഡോറിൻ്റെ കബോർഡ് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ്. ചെറിയ തന്നെ മെറ്റീരിയൽസാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. സ്വിച്ചസ് ഒക്കെ ബ്രാൻഡഡ് ആണ് കേട്ടോ. എല്ലീസിൻ്റെ ആണ് സ്വിച്ചുകളൊക്കെ വരുന്നത്. ഇതാണ് 3ാമത്തെ ബെഡ്റൂം വരുന്നത്. 4ാമത്തെ ബെഡ്റൂം വരുന്നത്. മൊത്തം 4 ബെഡ്റൂമാണ്. ഇത് കണ്ടില്ലേ, 3 ഡോർ കബോർഡ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഡിസൈനുള്ള ടൈല് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ യൂട്ടിലിറ്റി റൂം. ചെറിയ യൂട്ടിലിറ്റി റൂമാണ്, പക്ഷേ ഇത് 4 ബെഡ്റൂമുണ്ട്. ഇതാണ് നമ്മളുടെ ഇത് വരുന്നത്, എന്ത് ബാൽക്കണി വരുന്നത്. ബാൽക്കണിയിൽ നിന്ന് സൈഡിൽ കൂടെയാണ് നമുക്ക് ഓപ്പൺ ടെറസ് കൊടുക്കുന്നത്. ഒരു കുറച്ച് സ്പേസും കൂടി നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടി. സുഹൃത്തുക്കളെ, ഇതാണ്, ഇത് കിടിലൻ ഡീലാണ്. 3,900 സ്ഥലവും 1,900 സ്ക്വയർ ഫീറ്റ് വീടും വന്നിട്ടുണ്ട്. 75 ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ. കാക്കനാട് വെരി നിയറാണ്. മെഡിക്കൽ കോളേജ്, കങ്ങരപ്പടി, തേവക്കൽ, എടപ്പള്ളി, ആലുവ റെയിൽവേ സ്റ്റേഷൻ, നോർത്ത് റെയിൽവേ സ്റ്റേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനോട് ചുറ്റിപ്പറ്റി കിടക്കുന്ന കിടിലൻ ഡീലാണ്. നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കോൺടാക്ട് ചെയ്തോളൂ. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.